വാർത്തകൾ തുടരുന്നു. മുൻ ISRO ചെയർമാൻ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 9 വർഷം ISROയുടെ മേധാവിയായിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിക്കുന്നതിനും വലിയ പങ്കുവഹിച്ചു. വിവരങ്ങളുമായി കാളിദാസ് ചേരുന്നു. കാളിദാസ്, പശ്ചിമഘട്ട സംരക്ഷണത്തിനായി കസ്തൂരിരംഗൻ സമിതിയുടെ തലവനായിരുന്നു അദ്ദേഹം. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? തീർച്ചയായും ദീപ്തി, അങ്ങനെ തന്നെയാണ് മലയാളികൾക്ക് അദ്ദേഹത്തെ ഏറെ പരിചയമുള്ളത്. പശ്ചിമഘട്ട സംരക്ഷണത്തിനായി ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു കസ്തൂരിരംഗൻ. റിപ്പോർട്ടും കസ്തൂരിരംഗൻ കമ്മിറ്റിയുമെല്ലാം വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയായതാണ്. അടുത്ത് നടന്ന ദുരന്തങ്ങളൊക്കെ വന്ന സാഹചര്യത്തിനുമൊക്കെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് വീണ്ടും പരാമർശിക്കപ്പെട്ടതാണ്. അതിനേക്കാൾ ഉപരി ഡോക്ടർ കസ്തൂരിരംഗൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യക്ക് നൽകിയ മഹത്തായ നിരവധി സംഭാവനകളുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലയളവിൽ അദ്ദേഹം നൽകിയ നിരവധി സംഭാവനകളുണ്ട്. എന്നിരുന്നാലും ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭിക്കുന്നത്. ബംഗളൂരുവിലായിരുന്നു അദ്ദേഹം താമസിച്ചുകൊണ്ടിരുന്നത്. ബംഗളൂരിൽ വെച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത്. അദ്ദേഹം എറണാകുളത്താണ് അദ്ദേഹം ജനിച്ചത്. കൊച്ചിയിലാണ് അദ്ദേഹം ജനിച്ചത്. 1940 അദ്ദേഹം ജനിച്ചത്. പിന്നീട് അതിനുശേഷം 10 വയസ്സ് വരെ അദ്ദേഹം കൊച്ചിയിൽ തന്നെയായിരുന്നു. ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ആൾ കൂടിയാണ് കെ കസ്തൂരിരംഗൻ എന്ന് പറയുന്നത്. 10 വയസ്സ് വരെ അദ്ദേഹം എറണാകുളത്ത് തന്നെ, കൊച്ചിയിൽ തന്നെയായിരുന്നു. SRV സ്കൂളിലാണ് അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കിയത്. പിന്നീട് 10ാം വയസ്സിന് ശേഷം അദ്ദേഹം ബോംബെയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് ബിരുദാനന്തര ബിരുദവും PhDയും എല്ലാം അദ്ദേഹം ബോംബെയിലുമൊക്കെ ആയിട്ടാണ് അദ്ദേഹം പൂർത്തീകരിച്ചത്. അതിനുശേഷം ആണ് അദ്ദേഹം ISROയിലേക്ക് അദ്ദേഹം ചേക്കേറുന്നത്. പിന്നീട് ഈ ഒരു സാഹചര്യത്തിലൊക്കെ അല്ലെങ്കിൽ കോളേജ് പഠനകാലത്തൊക്കെ ആസ്ട്രോഫിസിക്സിലും അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട പഠന വിഷയങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഭൗതിക ശാസ്ത്രം തന്നെയാണ് അദ്ദേഹം പഠിച്ചു പോന്നിരുന്നത്. ISROയുടെ ആദ്യ ബാച്ച് റിക്രൂട്ടേഴ്സിൽ ഒരാൾ, അല്ലെങ്കിൽ ട്രെയിനീസിൽ ആദ്യ ബാച്ചിൽ വന്നിട്ടുള്ള ഒരു ആൾ കൂടിയാണ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ എന്നുള്ളതും കൂടി എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതുമാത്രമല്ല, 9 വർഷത്തോളം അദ്ദേഹം ISROയുടെ ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 1994 മുതൽ 2003 വരെയുള്ള കാലയളവിലാണ് അദ്ദേഹം ISRO ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചത്. ഇതിലേറ്റവും നിർണായകം എന്ന് പറയുന്നത്, ഏറ്റവും ഇന്നും കുപ്രസിദ്ധി ആർജിച്ച അല്ലെങ്കിൽ ഇന്നും ചർച്ചാ വിഷയമായിട്ടുള്ള ISRO ചാരക്കേസ് നടക്കുന്ന സമയത്ത് ഡോക്ടർ കെ കസ്തൂരിരംഗനായിരുന്നു ISROയുടെ ഡയറക്ടർ എന്ന് പറയുന്നത്. ആ ഒരു ചാരക്കേസ് അല്ലെങ്കിൽ അത്രത്തോളം വിവാദമായി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പോലും ISROയുടെ പ്രവർത്തനങ്ങളെ ആ വിവാദങ്ങളൊന്നും ബാധിക്കാതിരിക്കാൻ ഏറ്റവും അധികം ഉത്തരവാദിത്തത്തോടെ മുന്നോട്ട് നീങ്ങിയ ഒരാൾ കൂടിയായിരുന്നു. അല്ലെങ്കിൽ ഈ ഒരു വിവാദങ്ങളെല്ലാം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും ആ വിവാദങ്ങളൊന്നും ISROയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിലേക്ക് നീങ്ങാനൊന്നും ഡോക്ടർ കെ കസ്തൂരിരംഗൻ നേതൃത്വം നൽകിയ ഒരു സംഘം സമ്മതിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഡോക്ടർ കെ കസ്തൂരിരംഗൻ അതിന് അനുവദിച്ചിരുന്നില്ല. കൃത്യമായി സുഗമമായ രീതിയിൽ തന്നെ ആ സമയങ്ങളിലും, വിവാദ സമയങ്ങളിൽ പോലും പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഡോക്ടർ കെ കസ്തൂരിരംഗന് സാധിച്ചിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഇന്ത്യക്ക് നൽകിയ, ഇന്ത്യൻ ശാസ്ത്ര രംഗത്ത് അദ്ദേഹം നൽകിയ മഹത്തായ നിരവധി സംഭാവനകളുണ്ട്. ആസ്ട്രോഫിസിക്സിൽ 240-ലധികം പേപ്പറുകൾ സമർപ്പിച്ച ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ. അദ്ദേഹത്തിൻ്റെ കാലത്താണ്, അല്ലെങ്കിൽ അദ്ദേഹം നേതൃത്വം നൽകിയ സമയത്താണ് ISRO വലിയ വലിയ നേട്ടങ്ങൾ കൈവരിച്ചത്. ഇപ്പോൾ നമ്മൾ വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ വാർത്താ വിതരണം കൃത്യമായി നമ്മളിലേക്ക് എത്തിക്കുന്ന ഇൻസാറ്റ് ഉപഗ്രഹ വിക്ഷേപണങ്ങളൊക്കെ നടന്നത് ഈ കെ കസ്തൂരിരംഗൻ നേതൃത്വം നൽകിയ ആ ഒരു സമയത്താണ്. ഇൻസാറ്റ് 2, ഇൻസാറ്റ് 3, അതുമാത്രമല്ല റിമോട്ട് സെൻസിങ് സാറ്റലൈറ്റുകളായ IRS-1A, IRS-1B എന്നീ ഉപഗ്രഹങ്ങളുമെല്ലാം ഇദ്ദേഹം ഡയറക്ടറായിരുന്ന കാലയളവിലാണ് വിക്ഷേപിച്ചിരുന്നത്. മാത്രമല്ല, ഭൂനിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഭാസ്കര 1ഉം 2ഉം എല്ലാം ആ ഒരു ഭാസ്കര 1, 2 വിക്ഷേപണ ദൗത്യങ്ങളുടെയൊക്കെ ഡയറക്ടർ കൂടിയായിരുന്നു ഡോക്ടർ കെ കസ്തൂരിരംഗൻ എന്നുള്ളതും കൂടിയുണ്ട്. ഇപ്പോൾ നമുക്ക് മലയാളികൾക്ക് ഏറെ പരിചിതമായത്, പിന്നീട് ഇത് പരിസ്ഥിതി പഠനവുമായി ബന്ധപ്പെട്ട്, പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അധ്യക്ഷനായിട്ടുള്ള ആ റിപ്പോർട്ടും ആ ഒരു കമ്മിറ്റിയും ഒക്കെ കൊണ്ടാണ്, അതിനുശേഷം ഉയർന്ന വിവാദങ്ങളൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ മലയാളികൾക്ക് ഏറെ സുപരിചിതനായിട്ടുള്ളത്. അതിനേക്കാൾ ഉപരി അദ്ദേഹം ഒരു മലയാളി കൂടിയാണ്, മലയാള മണ്ണിൽ ജനിച്ച ഒരാൾ കൂടിയാണ് എന്നുള്ളതും കൂടിയാണ് വ്യക്തമാക്കേണ്ടത്. എന്നിരുന്നാലും വലിയ വിവാദങ്ങളൊക്കെ
പൊട്ടിപ്പുറപ്പെട്ടിരുന്ന സാഹചര്യത്തിൽ പോലും ഇന്ത്യയുടെ ശാസ്ത്ര രംഗത്തെ അത് ബാധിക്കാതിരിക്കാൻ വലിയ രീതിയിൽ ശ്രദ്ധ ചെലുത്തിയിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു കെ കസ്തൂരിരംഗൻ എന്നുള്ളതും കൂടി പറയേണ്ടിയിരിക്കുന്നു. ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ നിലവിൽ വരാനിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ അതിൻ്റെ കരട് രൂപങ്ങൾ വിജ്ഞാപനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ദേശീയ വിദ്യാഭ്യാസ നയം പുതുതായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ചത്. ഈ ഒരു രൂപീകരണം നടന്നത് കൃത്യമായ ഒരു കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലായിരുന്നു. ആ കമ്മിറ്റിയുടെ അധ്യക്ഷ പദവിയിലും സ്ഥാനം പിടിച്ചിരുന്ന ആളാണ് ഡോക്ടർ കെ കസ്തൂരിരംഗൻ. 12 അംഗ സമിതിയായിരുന്നു, അതിന്റെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ കെ കസ്തൂരിരംഗൻ. കെ കസ്തൂരിരംഗന്റെ ദേശീയ വിദ്യാഭ്യാസ നയം ഇനി അങ്ങോട്ട് എത്തരത്തിലാണ് ഇന്ത്യയിൽ വിദ്യാഭ്യാസം വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായൊരു നയം കൊണ്ടുവന്നത് ഡോക്ടർ കെ കസ്തൂരിരംഗൻ നേതൃത്വം വഹിച്ച ഒരു കമ്മിറ്റി കൂടിയാണ് എന്നുള്ളതും കൂടിയാണ്. അതായത് വിദ്യാഭ്യാസത്തിലും ശാസ്ത്ര രംഗത്തിലുമൊക്കെ വലിയ മാറ്റങ്ങൾ, വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഒരു കാലയളവിൽ 84 വയസ്സാണ് ഇപ്പോൾ 84 വയസ്സിലാണ് മരിച്ചത്. ഈ ഒരു 84 വയസ്സിനിടയിൽ അദ്ദേഹം ഇന്ത്യക്ക് രാജ്യത്തിന് തന്ന സംഭാവനകൾ ഒന്നും ചെറുതല്ല, അത് വലിയ സംഭാവനകൾ തന്നെയാണ്. അതിൽ എടുത്തു പറയേണ്ടത് ശാസ്ത്ര രംഗത്തെയും പരിസ്ഥിതി ഗവേഷണ രംഗത്തും ഒപ്പം തന്നെ വിദ്യാഭ്യാസ രംഗത്തുമുള്ള അദ്ദേഹത്തിന്റെ സംഭാവനകളാണ്. എന്നിരുന്നാലും ദുഃഖകരമായ വാർത്ത തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. 84 വയസ്സിൽ ഡോക്ടർ കെ കസ്തൂരിരംഗൻ നമ്മെ വിട്ടുപോയിരിക്കുന്നു. ISROയുടെ മുൻ ചെയർമാനാണ്. 9 വർഷം സേവനമനുഷ്ഠിച്ചു. മുൻ രാജ്യസഭാംഗമൊക്കെ ആയിരുന്നു. അതോടൊപ്പം തന്നെ JNU ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറിലെല്ലാം ആയിരുന്നു. നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. മാത്രമല്ല